ഈ കേരളത്തിലുള്ളൊരു സൂപ്പറാണല്ലേ? അതെന്നാ നിനക്ക് പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ ഒരു തോന്നല്? അല്ല, അവർക്ക് സ്വന്തമായിട്ട് ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടായിട്ടും വന്നു കയറി വന്ന എന്നോടല്ലേ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് പറഞ്ഞേ. അയ്യ, ഇയാളുടെ പറച്ചില് കേട്ടാ തോന്നും ഇയാളെ മാത്രമേ എല്ലാവർക്കും ഇഷ്ടമുള്ളെന്ന്. മോനെ, ഞാനെന്ന് വെച്ചാലുണ്ടല്ലോ എല്ലാവർക്കും ഒരു വികാരമാണ്, വികാരം. ഈടെ അൺലിമിറ്റഡ് റൈസ് കൊടുക്കുന്ന സമ്പ്രദായം നിർത്തിയാൽ തീരാവുന്നത്ര വികാരമൊക്കെ ഉള്ളു കേട്ടോ. എടാ മോനെ, മയണേസ് പാത്രത്തിലോട്ട് അച്ചാറ് കമത്തല്ലേ? അയ്യോ മക്കളെ, വെറുതെ കിടന്ന് അടികൂടണ്ട. ഞാനിവിടെ ഇല്ലെങ്കിലുള്ള സ്നേഹമൊക്കെ ഉള്ളു ഇവർക്ക് നിങ്ങളോട്. അതാദ്യം നീയൊക്കെ മനസ്സിലാക്കണം. അണ്ണാ, എന്റെ കാര്യം കൂടെ പറയണ. ഇപ്പൊ നിന്റെ കാലമല്ലേ, നീ തന്നെ പറ. കാര്യം ഞാൻ എത്ര അൺഹെൽത്തി ആണെന്ന് പറഞ്ഞാലും ഞാനും അണ്ണനും കൂടെ ചേർന്നാൽ തീരാവുന്ന ഫാൻ ബേസേ ഉള്ളൂ നിനക്കൊക്കെ. അണ്ണ, നമുക്കൂടെ പോയി എന്തേലും പറഞ്ഞാലോ? ഓ വേണ്ടടാ, നമ്മളെ കണ്ടാലേ ഈ ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ വന്ന് കയറി ട്രോളും. എന്തിനാ വെറുതെ? അതും ശരിയേ. ഗൈസ്, എന്നെ ആർക്കെങ്കിലും ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യേ എന്നൊക്കെ ചിലപ്പോൾ ഇവന്മാർ പുച്ഛത്തോടെ പറയും. പക്ഷെ നിങ്ങളെല്ലാവരും മറക്കുന്ന ഒരു തുണിയില്ലാത്ത സത്യമുണ്ട്. ഇങ്ങ് നാട്ടിലെ അമ്മമാര് മുതൽ അങ്ങ് ദുബായിലെ പ്രവാസികളുടെ പ്രഭാത ഭക്ഷണം വരെ ഈ ഞാനാണ്. അപ്പൊ ഈ ഞാനോ? അടുക്കളയുടെ പരിസരം പോലും കണ്ടിട്ടില്ലാത്തവര് വരെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാന്ന് ചോദിച്ചാ എന്റെ പേരെ പറയൂ. ഞാനും അങ്ങനെ തന്നെ കേട്ടോ. മോനെ ഞാനൊന്ന് കാണാതിരിക്കുമായിരുന്നു. മോനെ ഉണ്ടാക്കാൻ ഏകദേശം എത്ര സമയം എടുക്കും? വെറും 2 മിനിറ്റ്. ഓ, വെറും 2 മിനിറ്റ് മതിയോ? വെള്ളം തിളച്ചു കഴിഞ്ഞാൽ വെറും 2 മിനിറ്റ് മതി. എന്റെ മസാലയാണ് സത്യം. അങ്ങനെയാണ് എന്നെ ഉണ്ടാക്കാൻ 2 സെക്കൻഡ് മതിയല്ലോ. 2 സെക്കൻഡോ? വെറുതെ ഇരുന്ന് തള്ളി മറിക്കല്ലേ മോനെ, തന്റെ ചില്ല് വരെ തെറിച്ചു പോവല്ലോ. ഇയാളെ ഉണ്ടാക്കുന്നവരോട് ഇയാൾക്ക് വെള്ളം തിളപ്പിക്കുന്ന കാര്യം പറയാതിരിക്കാമെങ്കിൽ എന്നെ ഉണ്ടാക്കുന്നവരോട് എന്നെ ഒന്ന് ജസ്റ്റ് കുത്തിയിട്ടാൽ മാത്രം മതിയെന്ന് എനിക്ക് പറയാം. മക്കളെ, കാര്യം എന്നെ എങ്ങനെ തിന്നണമെന്നുള്ള ഓർഡർ ഒന്നും അറിയത്തില്ലെങ്കിലും ഇപ്പോഴത്തെ തലമുറയാണെങ്കിലും പഴയ തലമുറയാണെങ്കിലും ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർക്ക് വേറെ ആരും. അത് ശരിയാ. പക്ഷേ ഈ ഫാൻസിനെ ഓണത്തിനും ചില കല്യാണങ്ങൾക്കും മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. എടാ, നമുക്കൂടെ എന്തെങ്കിലും പോയി പറഞ്ഞാലോ? താൻ പൊക്കോ, എനിക്ക് ആ ചായയായിട്ട് ഒരു ഡേറ്റ് ഉണ്ട്. എടാ ബർഗറെ, നീയെങ്കിലും എന്തെങ്കിലും പോയി പറടാ. എനിക്ക് ഈ മനുഷ്യന്മാരോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത്? അല്ല, എന്റെ ബണ്ണൊഴിച്ച് ബാക്കിയെല്ലാം ഹെൽത്തി ആണെന്നാ ഇവറ്റകൾ പറയുന്നത്. എന്നിട്ട് ഞാൻ ചെറിയൊരു ബണ്ണെടുത്ത് കുറച്ച് ചീസും പാറ്റിയും സോസും വെച്ച് കൊടുത്തപ്പോ ഞാൻ അഴുക്കയായി, അൺഹെൽത്തിയായി, ജങ്ക് ഫുഡായി. എന്തൊരു കഷ്ടം ഇത്. എന്തേലും പോയെന്ന് പറഞ്ഞാലോ? അല്ലേ വേണ്ട, ഓഫറുള്ള ദിവസം വന്ന് പറയാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേട്ടൻ അങ്ങോട്ട് പറയട്ടാ, എന്റെ ഫുൾ സപ്പോർട്ട്. എടാ കൊച്ചിയർക്ക, നീ എന്തിനാണ് എന്റെ പുറകെ വാല് പോലും ഇങ്ങനെ നടക്കുന്നത്? ഞാൻ എവിടെ പോയാലും തള്ളിക്കേറി വന്നോണം. ശീലമായി പോയി, അതാ. എന്തൊരു ശല്യം ഇത്. ആ ബിരിയാണി ആ മുട്ട ഒഴിവാക്കിയ പോലെ നിന്നെ ഒരു ദിവസം ഞാനും ഒഴിവാക്കും, നോക്കിക്കോടാ. മുട്ടയുടെ വരും മറന്നിരിക്കുന്നവരവൻ പറഞ്ഞോർമ്മിപ്പിക്കുള്ളൂ. എനിക്ക് എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയാനുണ്ട്. എന്ത്? അതിപ്പോ പറയാൻ കഴിയില്ല. എന്റെ ദേവിജി, നല്ല കാര്യം. ഗൈസ്, നമ്മളാരും വിചാരിക്കുന്ന പോലെ ആളുകളുടെ ഫേവറേറ്റ് ഫുഡ് നമ്മൾ ആരുമല്ല, അത് അവനാണ്. അവൻ കമന്റ് ബോക്സിലുണ്ടെന്നല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഇത് പറഞ്ഞല്ലേ നാട്ടുകാരെ എപ്പോഴും പറ്റിക്കുന്നു. ഗൈസ്, നിങ്ങൾ പറയൂ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന്.